ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അതൊരു പക്ഷേ മരണം തന്നെയായിരിക്കും അല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ മനുഷ്യർ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ആ വലിയ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു സംഭാഷണം, അതും മരണത്തിന്റെ ദേവൻ തന്നെ നേരിട്ട് പറഞ്ഞു തരുന്ന അറിവ്. അതാണ് യമഗീതയുടെ കാതൽ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം: ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഞാൻ എന്ന് നമ്മൾ പറയുന്ന ഈ ബോധത്തിന് അതിന് ശരിക്കും എന്ത് സംഭവിക്കും? ഈ യാത്ര ഇവിടെ അങ്ങ് തീരുമോ, അതോ ഇനി എന്തെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? അപ്പോ ഈ വലിയ ചോദ്യത്തിന് ഉത്തരം തേടി ഒരു കൊച്ചുകുട്ടി സാക്ഷാൽ മരണദേവനായ യമന്റെ അടുത്തെത്തിയ ഒരു കഥയുണ്ട് പുരാണങ്ങളിൽ. ആ കുട്ടിയുടെ പേരാണ് നചികേതസ്. അവന്റെ ആ ധൈര്യവും സത്യമറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് ഈ അമൂല്യമായ അറിവ് നമുക്ക് മുന്നിലേക്ക് തുറന്നു തന്നത്. അപ്പോ ഒന്നാം ഭാഗം, മരണത്തോടൊരു ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അസാധാരണമായ കൂടിക്കാഴ്ചയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ജ്ഞാനം തേടുന്ന ഒരു സാധാരണ മനുഷ്യക്കുട്ടി, മറുവശത്ത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യം കയ്യിൽ വച്ചിരിക്കുന്ന മരണത്തിന്റെ അധിപൻ. ഇവർ തമ്മിലാണ് സംഭാഷണം. കഥ ഇങ്ങനെയാണ്. യമദേവൻ നചികേതസിന് 3 വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ലോകത്തിലെ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. എന്താണെന്നോ? മരണശേഷം മനുഷ്യന് എന്ത് സംഭവിക്കും? ചിലർ പറയുന്നു അയാൾ പിന്നെയും ജീവിക്കുമെന്ന്. മറ്റു ചിലർ പറയുന്നു ഇല്ല, എല്ലാം തീരുമെന്ന്. അങ്ങയിൽ നിന്നെനിക്ക് ഇതിന്റെ സത്യം അറിയണം. ഇതായിരുന്നു ആ ചോദ്യം. യമൻ ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കി. അയ്യോ, ഈ ചോദ്യം ദേവന്മാർക്ക് പോലും സംശയമുള്ള ഒന്നാണ്. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് എന്തെല്ലാം വാഗ്ദാനങ്ങളാ കൊടുത്തതെന്നോ? സമ്പത്ത്, അധികാരം, 100 കണക്കിന് വർഷത്തെ ആയുസ്, എല്ലാം. പക്ഷേ നചികേതസ് ഒട്ടും മാറിയില്ല. അവൻ പറഞ്ഞു, ഇതൊക്കെ കുറച്ചു കാലത്തേക്കല്ലേ ഉണ്ടാവൂ. എനിക്ക് വേണ്ടത് നശിക്കാത്ത, എക്കാലത്തും നിലനിൽക്കുന്ന സത്യം മാത്രമാണ്. അപ്പോൾ നചികേതസിന്റെ ഈ ഉറച്ച നിലപാട് കണ്ടപ്പോൾ യമന് വലിയ സന്തോഷമായി. അദ്ദേഹം ആ വലിയ രഹസ്യം വെളിപ്പെടുത്താൻ തുടങ്ങി. ശരി, ഇനി നമ്മൾ ഈ സംഭാഷണത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. യമൻ പറഞ്ഞു തുടങ്ങി, നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ഒരു സംഗതിയുണ്ട്. അതിനെയാണ് ആത്മനെന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ യഥാർത്ഥ ഞാൻ. ഈ ലോകത്ത് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? എന്നാൽ ആ മാറ്റങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നാണ് ഈ ആത്മാവ്. ഇനി യമൻ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ശരീരം കൊല്ലപ്പെടുമ്പോൾ അത് കൊല്ലപ്പെടുന്നില്ല. അതായത് ജനനവും മരണവും ഈ ശരീരത്തിന് മാത്രമാണ്. പക്ഷെ ആത്മാവ്, അതിന് ജനനമോ മരണമോ ഇല്ല. അത് എപ്പോഴും ഉള്ളതാണ്. ഒരു വാളിനും അതിനെ മുറിക്കാൻ പറ്റില്ല, തീക്കതിനെ കത്തിക്കാൻ പറ്റില്ല, വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ഉണക്കാനോ പോലും കഴിയില്ല. നോക്കൂ, എത്ര മനോഹരമായൊരാശയമാണിത്. അണുവിനേക്കാൾ സൂക്ഷ്മമായ, എന്നാൽ ഈ പ്രപഞ്ചത്തേക്കാൾ മഹത്തായ ഒരു ശക്തി. അതെവിടെയോ ദൂരെയുള്ള ഒന്നല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ ഒരു വലിയ രഹസ്യം പോലെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? വെറുതെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയോ? പോരാ. അതിനുള്ളൊരു വഴിയും യമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊരു ശബ്ദത്തിലൂടെയാണ്, ശാശ്വതതയുടെ ശബ്ദം. യമൻ പറയുകയാണ്, എല്ലാ വേദങ്ങളും എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, എല്ലാ തപസ്സുകളും എന്തിനെയാണോ ലക്ഷ്യം വയ്ക്കുന്നത്, ആ പരമമായ സത്യമാണ് ഓം. ഇത് വെറുമൊരു വാക്കല്ല കേട്ടോ. ഇത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിസ്ഥാന സ്പന്ദനമാണ്. സൃഷ്ടി തുടങ്ങിയപ്പോഴുണ്ടായ ആദ്യത്തെ ശബ്ദം, അതാണ് ഓംകാരം. അപ്പോ ഈ അറിവ് എങ്ങനെ അനുഭവിക്കാം? അതിനുള്ള വഴിയാണ് ധ്യാനം. നിങ്ങളൊന്ന് കണ്ണടച്ച് പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുമെന്നാണ് യമൻ പറയുന്നത്. ഇത് നമ്മൾ ചെവികൊണ്ട് കേൾക്കുന്ന ഒരു ശബ്ദമല്ല, മറിച്ച് ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒന്നാണ്. ഇതിനെയാണ് അനാഹതനാദം എന്ന് വിളിക്കുന്നത്. ഈ ഉള്ളിലെ ഓം എന്ന ശബ്ദത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ ഒരു വലിയ തിരിച്ചറിവുണ്ടാവും. ഞാൻ ഈ ശരീരമല്ല, ഈ മനസ്സല്ല, അതിനെല്ലാം അപ്പുറത്തുള്ള, ഒരിക്കലും നശിക്കാത്ത ആത്മാവാണെന്ന് തിരിച്ചറിവ്. അതൊരു നേരിട്ടുള്ള അനുഭവമാണ്, മരണഭയത്തെ ഇല്ലാതാക്കുന്ന അനുഭവം. ശരി, ഇനി നമുക്ക് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കി തരാൻ യമൻ കുറച്ച് നല്ല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ശരീരമാകുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മൾ പഴയ വസ്ത്രം മാറ്റി പുതിയതിടുന്നതുപോലെ ആത്മാവ് ശരീരങ്ങൾ മാറുന്നു. അതായത് ഈ ശരീരമെന്ന് പറയുന്നത് നമ്മളൊരു യാത്രയ്ക്കുപയോഗിക്കുന്നൊരു കാറ് പോലെ, അല്ലെങ്കിൽ കുറച്ചുകാലം താമസിക്കുന്നൊരു വാടക വീട് പോലെയാണ്. അതിനകത്തുള്ള യാത്രക്കാരൻ അല്ലെങ്കിൽ താമസക്കാരനാണ് യഥാർത്ഥത്തിൽ ആത്മാവ്.
യമൻ പറയുന്ന ഉദാഹരണങ്ങൾ നോക്കൂ. പാലിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത് പോലെ. പാലിൽ വെണ്ണയുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അത് കടയുമ്പോഴാണ് വേർപെട്ട് വരുന്നത്. അതുപോലെയാണ് ശരീരത്തിൽ ആത്മാവ്. ജ്ഞാനം കൊണ്ട് അതിനെ വേർതിരിച്ചറിയണം. പിന്നെ പറയുന്നു, മുഞ്ഞപ്പുല്ലിൽ നിന്ന് അതിന്റെ തണ്ടിനൊരു കേടും പറ്റാതെ ശ്രദ്ധയോട് ഊരിയെടുക്കുന്നതുപോലെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാൻ കഴിയണം. അതായത് അത്ര ശ്രദ്ധയോട് ചെയ്യേണ്ട ഒന്നാണിത്. അപ്പോ ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന ഒരാൾക്ക് സ്ഥിരതയോടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയാൻ പറ്റും. ഇവിടെ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വലിച്ചെടുക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഞാൻ ഈ ശരീരമല്ല, ഞാൻ അതിനുള്ളിലെ നശിക്കാത്ത ബോധമാണ് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് യഥാർത്ഥ മോചനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ആത്മാവുണ്ട്, അത് ശാശ്വതമാണ് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പ്രയോജനം? യമഗീതയുടെ അവസാന ഭാഗങ്ങൾ അതിനാണ് ഉത്തരം തരുന്നത്. നിർഭയർക്കുള്ള ജ്ഞാനം. നമ്മൾ എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ എന്നാൽ ഈ ശരീരമാണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ശരീരത്തിന് നാശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ നാശം എനിക്കും സംഭവിക്കുമെന്ന് നമ്മൾ പേടിക്കുന്നു. യമൻ പറയുന്നത് എന്താണെന്നാൽ ഈയൊരു തെറ്റിദ്ധാരണയാണ് നമ്മളെ എല്ലാ പേടിയുടെയും അടിസ്ഥാനം. എന്നാൽ എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത് എന്റെ യഥാർത്ഥ സ്വത്വം ഈ നശിച്ചുപോകുന്ന ശരീരമല്ല, മറിച്ച് ഒരിക്കലും നശിക്കാത്ത ആത്മാവാണെന്ന്, അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മൊത്തത്തിൽ മാറും. ഭയം പതിയെ അവിടുന്ന് മാറും. പകരം ആ സ്ഥാനത്തേക്ക് ജ്ഞാനം വരും. ഇതാണ് യമൻ കൊടുത്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം. ആത്മാവിനെ സാക്ഷാത്കരിച്ച ജ്ഞാനികൾ മരണത്തിന്റെ വായിൽ നിന്ന് മോചിതരാകുന്നു. കാരണമെന്താ? താൻ ഒരിക്കലും മരിക്കുന്നില്ല എന്ന സത്യം അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നു. പിന്നെന്തിനു പേടിക്കണം? ഇവിടെ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ജ്ഞാനം കിട്ടിയാൽ പിന്നെ ശാരീരികമായി മരിക്കില്ല എന്നല്ല അർത്ഥം. അതൊരു മരുന്നല്ല. ജനിച്ച ശരീരത്തിന് ഒരു നാൾ മരണമുറപ്പാണ്. പക്ഷേ ആ മരണത്തെക്കുറിച്ചുള്ള പേടിയെയാണ് ഈ അറിവ് ഇല്ലാതാക്കുന്നത്. മരണത്തെ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമായി, ഒരു മാറ്റമായി പേടിയില്ലാതെ നേരിടാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അപ്പോ യമഗീത നമ്മളെ എല്ലാവരെയും ഒരു വലിയ ചിന്തയുടെ മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. നമ്മൾ ഈ ശരീരം മാത്രമല്ലെങ്കിൽ അത് നമ്മുടെ ജീവിത രീതിയെ എങ്ങനെയാണ് മാറ്റേണ്ടത്, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പേടികൾ, ഇതെല്ലാം ആ പുതിയ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ എങ്ങനെയായിരിക്കും? ഈ പുരാതനമായ ജ്ഞാനം നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ വെക്കുന്ന ഒരു വലിയ ചോദ്യം ഇത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.